പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വലിയ നോമ്പിൻ്റെ 22-ാം ദിവസമാണിന്ന്. മാർച്ച് 9-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ ആന്തരികവും ബാഹ്യവുമായ ശുദ്ധിയെക്കുറിച്ച് പറയുന്ന തിരുവചന ഭാഗമാണ്. അതിൽ 15-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല. ഉള്ളിലേക്ക് കടന്നു വരുന്ന ഭക്ഷണത്തെക്കുറിച്ച് മാത്രമല്ല അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഈശോ ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ദോഷകരമായ, മോശകരമായ വർത്തമാനങ്ങൾ പോലും ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനെ കുലുക്കുകയില്ല എന്ന് നമുക്ക് ചിന്തിക്കണം. ചിലർ പറയാറുണ്ട്, ഞാൻ ദേഷ്യപ്പെട്ടത് അവൻ എന്നോട് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്, എന്നോട് ഇങ്ങനെ പെരുമാറിയത് കൊണ്ടാണ് ഞാനും തിരിച്ച് അതേപോലെ പെരുമാറിയത്. ഈശോ പറയുന്നു, പുറമേ നിന്ന് വരുന്ന ഒന്നും ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനെ ബാധിക്കാൻ പാടില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ വിശുദ്ധിയോടെ നന്മയോടെ ജീവിച്ചിട്ടും മറ്റുള്ളവർ അതിനെ തെറ്റിദ്ധരിച്ച് കുറ്റം പറയുകയോ നമ്മളോട് മോശമായി സംസാരിക്കുകയോ ചെയ്യുന്നെങ്കിൽ അവർക്ക് അതേ നാണയത്തിൽ മറുപടി കൊടുത്തല്ല നമ്മുടെ നിരപരാധിത്വമോ നമ്മുടെ നന്മയോ തെളിയിക്കേണ്ടത്. മറിച്ച് അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക, ദൈവം അത് വേണ്ടത് ചെയ്തുകൊള്ളുമെന്ന് വിചാരിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുന്ന നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളെ അതേ രീതിയിൽ എതിർത്തല്ല നമ്മൾ നമ്മുടെ നന്മയോ നമ്മുടെ നിരപരാധിത്വമോ പറയേണ്ടത്, തെളിയിക്കേണ്ടതെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരാളുടെ വർത്തമാനം കേട്ട്, പ്രകോപനം കേട്ട് സ്വയം പ്രകോപിതനാകാൻ ഒരാൾ സ്വയം തീരുമാനിക്കുന്നത് കൊണ്ടാണ് അയാൾക്ക് അയാളുടെ സ്വച്ഛത അല്ലെങ്കിൽ ശാന്തത നഷ്ടപ്പെട്ട് അയാളും ആ രീതിയിൽ തന്നെ തിരിച്ച് സംസാരിക്കാനും പെരുമാറാനും ഇടയാകുന്നത്. ആളോട് ഈ ഒരാൾ നമ്മളോട് മോശമായിട്ട് പറയുമ്പോൾ നമ്മളും അതേപടി തിരിച്ച് പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മളെ തന്നെ ആ ശാന്തതയിൽ നിന്ന് വിട്ടുപോകാൻ അനുവദിക്കുന്നു എന്നാണ്. അതുകൊണ്ട് പുറമേ നിന്നല്ല ഒരു കാര്യവും നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത്. അത് നമ്മളതിനെ ഗൗരവമായി എടുക്കാതിരുന്നാൽ, നമ്മളത് സാരമില്ല പോട്ടെ എന്ന് നമ്മുടെ മനസ്സിൽ വയ്ക്കാൻ നമുക്ക് സാധിച്ചാൽ അത് നമ്മളെ ഒരിക്കലും കുലുക്കുകയില്ല, അത് നമ്മളെ പ്രകോപിതരാക്കുകയില്ല. നമ്മൾ വളരെ എളുപ്പത്തിൽ മറ്റുള്ളവരുടെ വർത്തമാനങ്ങളോ പ്രവർത്തനങ്ങളോ കണ്ട് പ്രകോപിതരാകുന്നവരാണോ എങ്കിൽ ഇന്നത്തെ തിരുവചനം നമുക്ക് വേണ്ടിയുള്ളതാണ്. ഈശോ നമ്മളോട് പറയുന്നു, ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യന് പുറമേ നിന്ന് ഉള്ളിലേക്ക് വന്ന് അവനെ അശുദ്ധനാക്കാൻ, അവനെ കൊണ്ട് മോശമായത് പ്രവർത്തിക്കാൻ ഒന്നിനും സാധിക്കുകയില്ല. ഇത് ഏറ്റവും നന്നായി ചെയ്ത് നമുക്ക് ഉദാഹരണം കാണിച്ചു തന്നത് ഈശോ തന്നെയാണ്. ഈശോ പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് പീലാത്തോസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഈശോയുടേതായ ഉത്തരങ്ങൾ പറയുമ്പോൾ ഒരു പടയാളി പെട്ടെന്ന് അരിശം വന്ന് ഈശോയുടെ മുഖത്തടിച്ചു. എന്നിട്ട് ചോദിക്കുന്നു, ഇങ്ങനെയാണോ പ്രധാന ആചാര്യനോട് സംസാരിക്കുന്നത്? ഈശോ അതിൽ പ്രകോപിതനായില്ല എന്ന് മാത്രമല്ല, ഈശോ വളരെ ശാന്തമായി വളരെ മാന്യമായി അതിന് മറുപടി പറയുകയും ചെയ്യുന്നു. ഈശോ പറയുന്നു, ഞാൻ ചെയ്തതിൽ എന്താണ് തെറ്റ്? ഞാൻ ചെയ്തതിൽ തെറ്റൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ അടിച്ചത്? ഈശോ അയാളുടെ പ്രകോപനത്തിൽ വീണില്ല. ഈശോ സ്വയം പ്രകോപിതനായതുമില്ല. ഈശോ തൻ്റെ ശാന്തതയും ദൈവികമായ ആത്മീയതയും സൂക്ഷിച്ച് വളരെ ശാന്തമായി ആ മനുഷ്യനോട് തിരിച്ച് മറുപടി പറയുന്നു. എന്നാൽ ശിഷ്യന്മാർ അങ്ങനെ ആയിരുന്നില്ല. ഈശോയുടെ കൂടെ നടന്നെങ്കിലും ശിഷ്യന്മാർക്ക് അവർ വളരെ പെട്ടെന്ന് പ്രകോപിതരാകുമായിരുന്നു. ഒരിക്കൽ യാക്കോബും യോഹന്നാനും ഈശോയോട് പറഞ്ഞല്ലോ, അവർ പ്രസംഗിക്കാൻ ചെന്ന ചില സ്ഥലങ്ങളിൽ അവരെ സ്വീകരിച്ചില്ല. അപ്പോൾ ഈശോ അവരോട് പറയുന്നു, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവർ നശിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? അപ്പോൾ ഈശോ തിരിഞ്ഞവരെ ശാസിച്ചു എന്നാണ് തിരുവചനം പിന്നീട് പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിൽ, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ മറ്റുള്ളവർ നമ്മളോട് പെരുമാറുമ്പോൾ നമുക്ക് അവരോട് അതേ രീതിയിൽ തിരിച്ചു പെരുമാറാൻ പറ്റുന്നെങ്കിൽ ആത്മീയ പക്വതയിലേക്ക് നമ്മൾ വന്നിട്ടില്ല എന്നാണ് അതിനർത്ഥം. ഈശോ പറയുന്ന ആ കാര്യം ഇവിടെ അങ്ങനെയാണ് പ്രസക്തമാകുന്നത്. പുറമേ നിന്ന് ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നത് നമ്മളെ അശുദ്ധമാക്കാൻ കാരണമാകുന്നെങ്കിൽ നമ്മൾ ആ ആത്മീയ പക്വതയിലേക്ക് ഇനിയും വളരേണ്ടിയിരിക്കുന്നു. പുറമേ നിന്ന് കടന്നു വരുന്ന ഒന്നും നമ്മുടെ ഹൃദയവിശുദ്ധിയും നമ്മുടെ ശാന്തതയും നല്ല മനസ്സും ഒന്നും നഷ്ടപ്പെടുത്താതിരിക്കാൻ വലിയ ഒരു ആത്മീയ നിയന്ത്രണം നമുക്ക് കിട്ടാനും ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാനും പുറമേ നിന്ന് ആളുകളുടെ പ്രകോപനങ്ങളിൽ വീഴാതിരിക്കാനുള്ള ദൈവകൃപ കിട്ടാനുമായി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.